Damshire, expert bill care. ഡാംഷുർ ടി വിയുടെ ടെക് ടോക്ക് സീരീസിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഡാംഷുർ ടി വി ടെക് ടോക്ക് സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ വരുന്ന പുതിയ ടെക്നോളജികളെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകത്തെ ഏറ്റവും കൂടുതൽ വളർച്ചയുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. നമ്മളുടെ ലോകത്തിലെ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വേൾഡ് GDPയുടെ 12% കൈയടക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയാണ്. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വിട്ടുകളയാനാവാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു മേഖലയാണ് കൺസ്ട്രക്ഷൻ കെമിക്കൽസ് എന്ന് പറയുന്നത്. വളരെയധികം ആൾക്കാർക്ക് അറിയാത്തതും അവ്യക്തതുമായിട്ടുള്ള ഒരു ഏരിയയാണ്. വളരെയധികം റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് നമുക്കിതിൽ അവൈലബിൾ ആണെങ്കിലും ഇത് എവിടെ ഉപയോഗിക്കണമെന്നോ നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ ക്വാളിറ്റി കൂട്ടാനോ ഡ്യൂറബിലിറ്റി കൂട്ടാനോ ഇത് എങ്ങനെ കൊടുക്കണമെന്നോ ആൾക്കാർക്ക് വ്യക്തതയില്ലാത്ത ഒരു ഏരിയയാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ കെമിക്കൽസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാംഷുർ ടെക് ടോക്ക് സീരീസിൽ ആദ്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൺസ്ട്രക്ഷൻ കെമിക്കൽസിനെ കുറിച്ചിട്ടാണ്. കൺസ്ട്രക്ഷൻ കെമിക്കൽസ് എവിടെ ഉപയോഗിക്കാം, അതിൻ്റെ റേഞ്ചസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു പവർ എന്താണ് എന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് എബിനോഹ് ഈപ്പൻ വർഗീസ്. ഞാൻ ഡാംഷുറിൻ്റെ ടെക്നിക്കൽ കോർഡിനേറ്ററാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് ലെറ്റ്സ് ഗെറ്റ് റൈറ്റ് ഇൻടു ഇറ്റ്. നിർമ്മാണ മേഖലയിൽ കോൺക്രീറ്റിൻ്റെ ശക്തിയും അതുപോലെ തന്നെ ഗുണനിലവാരം ഉറപ്പുവരുത്തുവാനും അതുപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ ജലപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുവാനും ഒക്കെ ഉതകുന്ന ഒന്നാണ് കൺസ്ട്രക്ഷൻ കെമിക്കൽസ് എന്നുള്ളത്. കൺസ്ട്രക്ഷൻ കെമിക്കൽസ് പല തരമാണ് ഉള്ളത്. അതിൽ തന്നെ പല ഉപയോഗങ്ങളാണ് ഈ കൺസ്ട്രക്ഷൻ കെമിക്കൽസുകൾക്ക് ഉള്ളത്. കൺസ്ട്രക്ഷൻ കെമിക്കൽസിൻ്റെ പ്രധാനമായ ഉപയോഗം വരുന്നത് നമുക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള സൈറ്റ് കണ്ടീഷനുകളിലേക്ക് പോകുമ്പോഴാണ്. നമുക്കറിയാം ബിലോ 0 ഡിഗ്രി സെൽഷ്യസിൽ കൺസ്ട്രക്ഷൻസ് നടക്കാറുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വളരെയധികം ചലഞ്ചുകൾ നേരിടാറുണ്ട്. അതുപോലെ തന്നെ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻസ് നടക്കാറുണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ എങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ഷനിൽ നടത്തുക എന്നുള്ളത് ചോദിച്ചാൽ കോൺക്രീറ്റിൻ്റെയും മറ്റും പ്രോപ്പർട്ടികളെ നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിലൂടെയാണ്. നമുക്ക് വേണ്ടിയ ഒരു ഡിസൈറബിൾ പ്രോപ്പർട്ടിയിലേക്ക് അതിനെ എത്തിക്കുന്നതിലൂടെയാണ്. അപ്പോൾ ഇങ്ങനെ എത്തിക്കുന്നതിന് സഹായിക്കുന്നത് നമ്മുടെ കൺസ്ട്രക്ഷൻ കെമിക്കൽസാണ്. കൺസ്ട്രക്ഷൻ കെമിക്കൽസുകളെ നമുക്ക് പ്രധാനമായും 4ആയിട്ട് തരംതിരിക്കുവാൻ സാധിക്കും. ആദ്യമായിട്ട് അഡ്മിസ്റ്റേഴ്സ്, രണ്ടാമതായിട്ട് സീലൻറ്റുകൾ, അഡ്ഹസീവുകൾ, മൂന്നാമതായിട്ട് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ പ്രൂഫിംഗ് കെമിക്കൽസ്, നാലാമതായിട്ട് വരുന്നത് പ്രൊട്ടക്റ്റീവ് കോട്ടിങ്ങുകൾ. ഈ 4 എണ്ണമാണ് ചേർന്നാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ കെമിക്കൽസ് എന്ന് പറയാൻ സാധിക്കുന്നത്. ഇതിൽ തന്നെ പല റേഞ്ച് ഓഫ് വെറൈറ്റീസിൽ വരുന്ന നമ്മുടെ കെമിക്കലുണ്ട്. ഇതിനെയൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് 4 കാറ്റഗറൈസേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. 4 കാറ്റഗറൈസേഷൻസിൽ തന്നെ ആദ്യമായിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നത് അഡ്മിസ്റ്ററുകളെ കുറിച്ചാണ്. ഈ എപ്പിസോഡുകളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അഡ്മിസ്റ്ററിനെ കുറിച്ചാണ്. അഡ്മിസ്റ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പറയുന്നത്. അഡ്മിസ്റ്റേഴ്സ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസിനെ നമുക്ക് വേണ്ടിയ രീതിയിൽ ഓൾട്ടർ ചെയ്യാൻ പാകത്തിന് നമ്മൾ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് എന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ നമ്മുടെ അഡ്മിസ്റ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും 2 തരമാണുള്ളത്. ആദ്യത്തേത് മിനറൽ അഡ്മിസ്റ്റേഴ്സ്, രണ്ടാമതായിട്ട് വരുമ്പോൾ കെമിക്കൽ അഡ്മിസ്റ്റേഴ്സ്. മിനറൽ അഡ്മിസ്റ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ സഹിതം പറയാം. നമ്മൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ സിമെൻറ്റ് ചെന്ന് കടയിൽ ചോദിച്ചാൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് OPC ആണ്, ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്. എന്നാൽ നമ്മളിപ്പം സിമെൻറ്റ് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് PPC ആണ്, പോർട്ട്ലാൻഡ് പോസ്റ്റ്ലോണ സിമെൻറ്റ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൽ നിന്ന് ഒരു ഒപ്റ്റിമം % സിമെൻറ്റ് മാറ്റി നമ്മുടെ പോസ്റ്റ്ലോണിക് മെറ്റീരിയലായിട്ടുള്ള ഫ്ലൈ ആഷ് ആഡ് ചെയ്ത് വരുന്നതാണ് നമ്മുടെ PPC. PPCയിൽ നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യുന്ന ഫ്ലൈ ആഷ് ഒരു മിനറൽ അഡ്മിസ്റ്ററാണ്. അങ്ങനെ ഫ്ലൈ ആഷിനെ പോലെ അതുകൂടാതെ ബാക്കിയുള്ള വളരെയധികം മിനറൽ അഡ്മിസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. അതിൽപ്പെടുന്നവയാണ് നമ്മുടെ സിലിക്ക ഫ്യൂമ്, GGBFS, അതുപോലെ തന്നെ മെറ്റാക്യാവലിൻ തുടങ്ങിയവ. ഇവയെല്ലാം നമുക്കൊരു നിശ്ചിത അളവിൽ ഒരു ഒപ്റ്റിമം % എന്ന് പറയും. അതിൽ കൂടുതൽ ആഡ് ചെയ്താൽ കോൺക്രീറ്റിന് അതിൻ്റെ ഗുണം കിട്ടില്ല. എന്നാൽ അതിലൊരു ഒപ്റ്റിമം % ആഡ് ചെയ്താൽ ഒരു ഹൈ പെർഫോമൻസ് കോൺക്രീറ്റിലേക്ക് നമുക്ക് ഇതിനെ എത്തിക്കാം എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത. മിനറൽ അഡ്മിസ്റ്റേഴ്സ് പ്രധാനമായും നമ്മുടെ മറ്റ് മേഖലകളിൽ നിന്ന് വരുന്ന ബൈ പ്രൊഡക്റ്റുകളാണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്ലൈ ആഷ്, കോള് കത്തിച്ച് അതിൽ നിന്ന് വരുന്ന നമ്മുടെ ഫർണേസിൽ നിന്ന് വരുന്ന റെസിഡ്യൂ ആയിട്ട് വരുന്ന ബാക്കി വരുന്ന ചെറിയ ചെറിയ പാർട്ടിക്കിൾസാണ് ഈ ഫ്ലൈ ആഷ് എന്ന് പറയുന്നത്. ഈ ഫ്ലൈ ആഷ് നമ്മൾ നമ്മുടെ സിമെൻറ്റിനെ റീപ്ലേസ് ചെയ്ത് ഒരു ഒപ്റ്റിമം % ആഡ് ചെയ്യുമ്പോൾ അത് ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് നമുക്ക് കോൺക്രീറ്റിന് നൽകും. ഈ ഫ്ലൈ ആഷ് എന്തുകൊണ്ടാണ് നമുക്ക് സിമെൻറ്റിനെ റീപ്ലേസ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചാൽ അതൊരു പോസ്റ്റ്ലോണിക് ആയിട്ടുള്ള മെറ്റീരിയലാണ് എന്നതുകൊണ്ടാണ്. ഇതുപോലെയാണ് നമ്മുടെ മറ്റ് മിനറൽ അഡ്മിസ്റ്റേഴ്സിൻ്റെയും കഥ. എക്സാമ്പിളായിട്ട് നമ്മൾ നേരത്തെ ഫ്ലൈ ആഷിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ GGBFS, ഗ്രൗണ്ട് ഗ്രാനുലേറ്റഡ്
ബ്ലാസ്റ്റ് ഫർണേസ് സ്ലാഗ്. ഇത് നമ്മളുടെ അയൺ ഓർ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ഒരു ബൈ പ്രൊഡക്റ്റാണ്. നമ്മൾ ഫ്ലൈ ആഷിൻ്റെ ഒപ്റ്റിമം പെർസെൻറ്റേജ് അല്ല നമ്മളുടെ GGBFSന് വരുന്നത്. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ളവയുടെയും കഥ. മറ്റ് മിനറൽ അഡ്മിക്സേഴ്സിൽ പ്രധാനമായും വരുന്നത് സിലിക്ക ഫ്യൂമും മെറ്റാക്യാവലിനുമാണ്. സിലിക്ക ഫ്യൂം എന്ന് പറയുന്നത് നമ്മളുടെ അലോയ് ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ഒരു ബൈ പ്രൊഡക്റ്റാണ്. എന്നാൽ ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഉള്ളതാണ് നമ്മുടെ മെറ്റാക്യാവോലിൻ. മെറ്റാക്യാവോലിൻ ഒരു ബൈ പ്രൊഡക്റ്റ് അല്ല, നമ്മുടെ ക്യാവോലിൻ ക്ലേ ഉണ്ട്. ഈ ക്ലേയെ ഒരു ഹൈ ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ കാൽസിനേറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ മെറ്റാക്യാവോലിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മെറ്റാക്യാവോലിൻ നമുക്ക് വേറൊരു ഇൻഡസ്ട്രിയെ ആശ്രയിക്കേണ്ട കാര്യം വരുന്നില്ല. നമുക്ക് ഇറ്റ്സ് ഓൺ നമുക്കൊരു മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റുന്ന ഒരു മിനറൽ അഡ്മിക്സർ കൂടിയാണ്. കെമിക്കൽ അഡ്മിക്സേഴ്സിനെ നമുക്ക് പ്രധാനമായും 5 തരമായിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുന്നത്. വാട്ടർ റിട്ടാർഡേഴ്സ്, എയർ എൻട്രെയിനേഴ്സ്, റിട്ടാർഡേഴ്സ്, ആക്സിലറേറ്റേഴ്സ്, സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ്, ഇങ്ങനെ 5 തരമായിട്ടാണ് നമുക്കതിനെ മനസ്സിലാക്കുവാനും സാധിക്കുന്നത്. നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ള ഈ കണ്ടൻറ്റുകളെ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. I am Abhinav Ipan Varghese signing off from Damshore TV. Thank you. Damshore Expert Bill Care.